അടുത്ത പ്രോബ്ലം ആണ് അഞ്ചാമത്തെ പ്രോബ്ലം. വിത്തൗട്ട് യൂസിങ് ദി പൈത്തഗോറസ് തിയറം ഷോ ദാറ്റ് ദി പോയിന്റ്സ് 4, 4, 3, 5 and -1, -1 are the vertices of a right angled triangle. എന്ന് പറഞ്ഞാൽ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാതെ 3 വേർട്ടീസസ് തന്നിട്ടുണ്ട്. അത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ വേർട്ടീസസ് ആണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെ? പൈത്തഗോറസ് തിയറം ഉപയോഗിക്കരുത്. അതായത് ഈ 3 വേർട്ടീസസ് ഉണ്ട്, അത് ദി വേർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ടത്രികോണത്തിൻ്റെ വേർട്ടീസസ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെ കാണിച്ചു കൊടുക്കാം നമുക്ക്? ഇപ്പോൾ നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്താ പ്രത്യേകത? റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത വൺ ഓഫ് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി അല്ലേ? അത് നമുക്കറിയാം. അതാണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. പിന്നെ അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ലൈനും ഇത് ആംഗിൾ 90 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ് അല്ലേ? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഏത്? ഈ ഒരു സൈഡും ഈ ഒരു സൈഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പിൻ്റെ ഒരു കാര്യത്തിൽ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ അല്ലേ? ഈച്ച് അതർ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സൈഡിൻ്റെ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പും ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പും തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്തായിരിക്കും? -1. നമ്മൾ പഠിച്ചിട്ടുണ്ട് if 2 lines are perpendicular to each other ആണെങ്കിൽ their slopes are -1 അല്ലേ? സോറി, അതിൻ്റെ 2 ലൈനിൻ്റെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? -1. ഈ ലൈനിൻ്റെ സ്ലോപ്പ് m1ഉം ഈ ലൈനിൻ്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ m1 m2 ഈക്വൽ ടു m1 m2 കൂടെ ഗുണിച്ചാൽ എന്തായിരിക്കും? -1 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കാം? ഞാൻ ഒരു ഇതാണ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ABC എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ഓക്കെ, വൺ ഓഫ് ദി ആംഗിൾ ഈസ്, ഇത് നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഈ 3 വേർട്ടീസസും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ വേർട്ടീസസ് ആണെന്നാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചാൽ മതി? ഈ ഒരു AB എന്ന് പറയുന്ന ലൈൻ എടുക്കുക, അതേപോലെ തന്നെ BC എന്ന് പറയുന്ന ലൈന് നമുക്കറിയില്ല, ഏതാണെന്ന് അറിയില്ലല്ലോ, 3 വേർട്ടീസസ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് എയും ബിയും സിയും ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് 4, 4 ആണ്, ബി എന്ന് പറയുന്ന പോയിന്റ് 3, 5 ആണ്, സി എന്ന് പറയുന്ന അതിൻ്റെ വേർട്ടീസസ് -1, -1 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് ഇതിൻ്റെ 3ൻ്റെയും സ്ലോപ്പ് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം സ്ലോപ്പ് ഓഫ് AB കണ്ടു നോക്കാം. നമുക്കറിയില്ല, അത് റൈറ്റ് ആംഗിളിൻ്റെ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 2 ലൈൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ അതിൻ്റെ 2ൻ്റെയും സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ 3ൻ്റെയും സ്ലോപ്പ് കണ്ടു നോക്കാം. ഏതൊക്കെ കാണണം? സ്ലോപ്പ് ഓഫ് AB കാണണം, സ്ലോപ്പ് ഓഫ് BC കാണണം, സ്ലോപ്പ് ഓഫ് BC കാണണം. അതുപോലെ സ്ലോപ്പ് ഏതെങ്കിലും 2 കണ്ടു കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് എഴുതാം. എന്താണ് സ്ലോപ്പ് ഓഫ് AB? എങ്ങനെയാണ്? ഒരു ലൈനിൽ 2 പോയിന്റ്സ് തരികയാണെങ്കിൽ സ്ലോപ്പ് എങ്ങനെയാണ്? y2 - y1 by x2 - x1 അല്ലേ? അപ്പോൾ ഇതാണ് x1 y1, ഇതാണ് x2 y2 എങ്കിൽ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ഈക്വൽ ടു y2 എന്താണ്? 5 ആണ്, മറ്റേത് 4ഉം 5 - 4 ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ 3 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 4 1, 3 - 4 എന്ന് പറഞ്ഞാൽ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അതത് കിട്ടി. ഇനി സ്ലോപ്പ് ഓഫ് BC കാണാം. അപ്പോൾ BC കാണുമ്പോൾ ഇതാണ് x1 y1, ഇതാണ് x2 y2. അപ്പോൾ സ്ലോപ്പ് ഓഫ് BC കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y2 സെയിം, y2 - y1 ബൈ x2 - x1 ഫിറ്റ് ചെയ്യുക. y2 എന്താണ്? -1, -1 -5 ഡിവൈഡഡ് ബൈ x2 -1 -3, അതുകൊണ്ട് -6 ഡിവൈഡഡ് ബൈ -4 that is equal to minus by minus positive 6/4 വെട്ടി ചെറുതാക്കിയാൽ 3/2. അപ്പോൾ ഇതെന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അടുത്ത സ്ലോപ്പ് ഓഫ് AC കാണാം.
സ്ലോപ്പ് ഓഫ് എ സി കാണുമ്പോൾ ഇത് x1 y1 ഇത് x2 y2 ദെൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു -1 minus 4 divided by x2 minus x1 -1 minus 4 again equal to എന്താ കിട്ടുക -5 divided by -5 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് അത് 1 ആയി മൈനസ് ബൈ മൈനസ് പോസിറ്റീവ് അല്ലേ +1 ഓക്കെ അപ്പോൾ എന്താ കിട്ടിയേ അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർന്ന് കിട്ടിയോ കിട്ടി ഏതൊക്കെയാ ഇതാ ഈ -1ഉം 1ഉം കൂടെ ഗുണിച്ചാൽ എന്താ കിട്ടുക -1 അല്ലേ അപ്പൊ തീർച്ചയായിട്ടും സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് എ സിയും ഗുണിച്ചപ്പോൾ -1 കിട്ടി അതിനർത്ഥം എന്താ എ ബിയും എ സിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അപ്പൊ നമുക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു സ്ലോപ്പ് ഓഫ് ബി എ ബിയും അതേപോലെ എ സിയും ഗുണിച്ചപ്പോൾ -1 ഇൻറ്റു 1 ദാറ്റ് ഈസ് -1 അല്ലേ -1 കിട്ടി ഓക്കെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം എ ബി എന്ന് പറയുന്ന വശവും അതേപോലെ തന്നെ എ സി എന്ന് പറയുന്ന വശവും എന്താണ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അതായത് ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ വരിക ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞു എന്ന് മാത്രം ഇത് എ ബിയും പെർപെൻഡിക്കുലർ ടു എ സിയും എ ബിയും എ സിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് എ ബി എ സി ഇത് എങ്ങനെയായിരിക്കും ട്രയാങ്കിൾ ഓക്കെ കാരണം എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു എന്തായിരിക്കും എ സി ആയിരിക്കും അതായത് എ ബി ഇത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി ആണ് ഹെൻസ് നമുക്ക് എന്ത് പറയാം എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഫിഗർ വരിക അപ്പോൾ നമുക്ക് എഴുതാം ഹെൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ അതായത് റൈറ്റ് ട്രയാങ്കിൾ ഓക്കെ ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം ഈ ഒരു പ്രോബ്ലത്തിൽ ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇത് നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഇല്ല ബട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ് കൊളീനിയാരിറ്റി നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്നുണ്ട് പിന്നെ സ്ലോപ്പ് നിങ്ങൾ പിന്നീട് പഠിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ രണ്ട് ടേംസും നിങ്ങളുടെ ഈ ഫോക്കസ് ഏരിയയിലുള്ളതാണ് കൊളീനിയാരിറ്റിയും അതുപോലെ സ്ലോപ്പും അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൂടായികയില്ല അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെക്കുക 3 പോയിന്റ്സ് എ ബി സി ആർ കൊളീനിയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരേ ലൈനിലാണ് എങ്കിലാണ് നമ്മൾ എന്ത് പറയുക ഇപ്പോൾ എ 3 പോയിന്റ്സ് ആണെങ്കിൽ എ ബി സി നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ എ ബി സി ആർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ വരുമ്പോഴാണ് എന്ത് പറയുന്നത് കൊളീനിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു എ ബി പ്ലസ് ബി സി ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏതിന് തുല്യമായിരിക്കും വലിയ വശത്തിനോട് ഈക്വൽ ആയിരിക്കും ഇതൊരു നമ്മളൊരു കണ്ടീഷനായിട്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സ്ലോപ്പ് വെച്ചും കൊളീനിയാരിറ്റി പറയാം അതാണ് ഇവിടെ ഞാൻ പറയുന്നത് നോക്കുക 3 points A, B, C are A, B and C are collinear if and only if slope of AB equal to slope of BC നിങ്ങൾ ആലോചിച്ചാൽ മതി ആലോചിക്കാവുന്നതന്നെ ഉള്ളൂ അതായത് ഇപ്പോൾ XY ആക്സിസിലെ ഒരു ലൈനാണ് ഇത് എ ആണ് ഇത് ബി ആണ് ഇത് സി ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതിൻ്റെ ചെരിവ് അതായത് ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇതാണല്ലോ ഈ ലൈനിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ഇതിൻ്റെ സ്ലോപ്പ് പറഞ്ഞാൽ ടാൻ തീറ്റയാണ് അതന്നെ അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ് അതേപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തുതന്നെയാണ് ടാൻ തീറ്റ തന്നെയല്ലേ അപ്പോൾ രണ്ടിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി The 3 points A, B and C are collinear if and only if slope of AB equal to slope of BC. എങ്ങനെ ഫിഗർ ഇതവിടെ വരച്ചിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആയിരിക്കും ഓർത്ത് വെക്കുക ഓക്കെ രണ്ടിൻ്റെയും സ്ലോപ്പ് ചെരിവ് ഈക്വൽ ആയിരിക്കും
അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ആറാമത്തെ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദി പോയിന്റ്സ് എക്സ് -1, 2, 1 and 4, 5 are collinear. നമുക്ക് എന്താ കാണണ്ടേ? എക്സിൻ്റെ വാല്യൂ കാണണം. 3 വേർഡീസസ് തന്നിട്ടുണ്ട് അല്ലേ? ഇത് മൂന്നും കൊളീനിയർ ആണെങ്കിൽ എന്തിൻ്റെ വില കാണാനാണ്? എക്സിൻ്റെ വില കാണാനാണ്. അപ്പം നമുക്ക് ആദ്യം ഇത് കൊളീനിയർ ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് എ ബി. നമുക്ക് പോയിന്റ്സ് എടുക്കാം. എ ആണ് x-1, ബി 2, 1, സി എന്ന് പറയുന്നത് 4, 5 എന്നെടുത്തു, നമ്മളെടുത്തു. നമുക്കിത് കൊളീനിയർ ആണെങ്കിൽ നിങ്ങൾ എക്സിൻ്റെ വില കാണാനാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇത് കൊളീനിയർ ആണെന്ന് എടുക്കുക. കൊളീനിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും എ ബി സി ആർ കൊളീനിയർ, എ ബി സി ആർ കൊളീനിയർ എന്ന് നമ്മളെടുത്തു. കൊളീനിയർ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് എന്തെഴുതാം? സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി എന്ന് എഴുതാം. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി എന്ന് എഴുതാമല്ലോ. ഇങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാനാണ്. അപ്പോൾ ആദ്യം എ ബിയുടെ സ്ലോപ്പ് കാണുക, ദെൻ ബി സിയുടെ സ്ലോപ്പ് കാണുക. ആദ്യം സ്ലോപ്പ് ഓഫ് എ ബി കാണാം. സ്ലോപ്പ് ഓഫ് എ ബി എങ്ങനെ കാണുക? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ എ എന്ന് പറയുന്നത് x1 y1ഉം ഇത് x2 y2ഉം എടുക്കുകയാണെങ്കിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. y2 - y1 1 -1 ഡിവൈഡഡ് ബൈ x2 - x1 2 - x. ഓക്കെ, അപ്പോൾ 1 - -1 എന്നാണ് ഇൻറ്റു വരും അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ ഇത് 2 വരും. 1 + 1 2 ഡിവൈഡഡ് ബൈ 2 - x. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി 2/2 - x. അടുത്ത ബി സിയുടെ സ്ലോപ്പും കാണാം. ബി സിയുടെ സ്ലോപ്പ് എങ്ങനെ വരിക? സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു എങ്ങനെയാ? സ്ലോപ്പ് ഓഫ് ബി സി അത് ഇക്വേഷൻ തന്നെ y2 - y1 ബൈ x2 - x1 ഈക്വൽ ടു ഇതാണ് x1 y1, ഇതോ x2 y2. y2 - y1 ദാറ്റ് ഈസ് 5 - 4. 4 അല്ല 1 ആണ്. ഡിവൈഡഡ് ബൈ 4 - 2 ഈക്വൽ ടു 5 - 1 ആണ് 4/2 അല്ലേ? 4/2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ ഒരു കാര്യം കിട്ടി നമുക്ക് എഴുതാം. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? സ്ലോപ്പ് ഓഫ് എ ബി എന്താ കിട്ടിയേ? 2/2 - x. ഇതോ 2. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊന്നും കൂടെ വേണ്ട, ഡിവൈഡ് ചെയ്യണ്ട. നമുക്ക് ഇനി അത് കോംപ്ലിക്കേഷൻ ആവണ്ട. നമുക്ക് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. 2 × 1 2 ഈക്വൽ ടു 2 × 2 - x. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 × 1 2 ഈക്വൽ ടു 2 × 2 - x. 2 × 2 4 മൈനസ് 2 × x -2x അല്ലേ? എങ്ങനെയല്ലേ വരിക? ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് എന്ത് ചെയ്യുക? -2x എങ്ങോട്ടും കൊണ്ടുപോവുക, 2 അങ്ങോട്ടും കൊണ്ടുപോവുക. -2x ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് വരുമ്പോൾ +2x ആയി മാറും. 4 അതുപോലെ എഴുതുക. 2 ഇവിടെ പ്ലസ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ, അപ്പം എന്തായി? 2x is equal to 4 - 2. 2x is equal to 2 implies x equal to 1. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ കൊളീനിയാരിറ്റീൻ്റെ കണ്ടീഷൻ. അപ്പോൾ എക്സ് എന്താ കിട്ടിയേ? 1. കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് എക്സിൻ്റെ വില കാണണം. എങ്ങനെയാണെങ്കിൽ കൊളീനിയർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ സ്ലോപ്പ് ഓഫ് ബി സി ആണ്. ആ ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് നമുക്ക് എക്സിൻ്റെ വില കിട്ടി. x ഈക്വൽ ടു 1. ഏഴാമത്തെ പ്രോബ്ലം ആണ്. ഫൈൻഡ് വെദർ ദി ലൈൻ ത്രൂ -3 2 and 3 3 is perpendicular or parallel or neither perpendicular nor parallel to the line through -2 -1 and 4 0.
അതാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് -3,2 and 3,3 എന്ന് പറയുന്ന 2 പോയിന്റ്സ് കൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ആ ലൈനും പിന്നെ വേറെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? -2 -1 ആൻഡ് 4 0. അത് കൂടെ പാസ് ചെയ്യുന്ന വേറൊരു ലൈൻ ഉണ്ട്. അത് രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആണോ അതോ പാരലൽ ആണോ അതോ ഇനി രണ്ടും അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് നോക്കാം നമുക്ക്. അങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം, വേറെ വഴിയുണ്ടല്ലോ, നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സാധാരണ നമുക്കറിയാം -3,2 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ -3 ആണെങ്കിൽ ഇതാണ് -3,2 വരിക. 3,3 എന്ന് പറയുന്നത് +3 ആണ്. ഇത് +3 ആണെങ്കിൽ ഏകദേശം ഇവിടെ വരും. ഏകദേശം +3 ആണെങ്കിൽ ഇവിടെ വരും. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ പോകും. ആദ്യത്തെ ലൈന്. രണ്ടാമത്തെ ലൈൻ ഏത് കൂടിയാണ്? -2 -1 കൂടിയാണ്. ഇത് -2, ഇത് -2, ഇത് -1 ആണ്. 4 0 എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. ഇത് 4 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ പോകും. ഇത് നോക്കിയാൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും, കുറച്ച് പാരലലാണെന്നൊക്കെ അല്ലേ. നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കണേന്ന് നോക്കാം. ഇങ്ങനെ വരിക. അപ്പോൾ നമുക്കിത് പാരലൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? സ്ലോപ്സ് കണ്ടാൽ മതി അല്ലേ. പാരലൽ ആണെങ്കിൽ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിലോ സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ആ പോയിന്റ്സിനൊക്കെ നമുക്ക് പേര് കൊടുക്കാം. ആദ്യത്തതിന് A -3,2 ആൻഡ് B 3,3 അല്ലേ. പിന്നെ C എന്നുള്ള പോയിന്റ് -2 -1, D എന്നുള്ള പോയിന്റ് 4 0. അപ്പം നമുക്ക് ആദ്യം AB A കൂടിയും B കൂടിയും പോകുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് ഓഫ് AB എങ്ങനെ കാണാം? ഇതാണ് x1 y1, ഇതാണ് x2 y2 എങ്കിൽ നമുക്ക് സ്ലോപ്പ് കാണാൻ y2 - y1 x2 - x1. ഓക്കെ, y2 എന്താണ്? ഞാൻ y2 - y1 x2 - x1 ഈക്വൽ ടു y2 എന്താണ്? 3 - 2 ഡിവൈഡഡ് ബൈ 3 - -3 വരും അല്ലേ. എന്താണ് 3 - 2? ദാറ്റ് ഈസ് 1 ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 3 + 3 വരും, 6 വരും. അപ്പോൾ AB-യുടെ സ്ലോപ്പ് കിട്ടി 1/6. അതേപോലെ തന്നെ CD-യുടെയും കാണാം. ഇതാണ് x1 y1, ഇതാണ് x2 y2 എങ്കിൽ സ്ലോപ്പ് ഓഫ് CD കാണാം. ഇക്വേഷൻ എന്തുതന്നെയാണ്? y2 - y1 x2 - x1 ഈക്വൽ ടു y2 - y1 0 -1 ഡിവൈഡഡ് ബൈ x2 - x1. അതായത് 4 x2 മീൻസ് 4 -2. ഓക്കെ, ഇങ്ങനെ വരിക. ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ 0 + 1 വരും. 0 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡ് ബൈ ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 4 + 2 വരും, 6 വരും. ഓക്കെ, അപ്പോൾ 1/6 കിട്ടി. ഇപ്പം എന്താ കിട്ടിയേ? സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് CD ആണ്. അപ്പോൾ ക്ലിയർലി അത് രണ്ടും എന്താണ്? പാരലലാണ്. സ്ലോപ്സ് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹിയർ വായിക്കാം. ഇവിടെ എന്ത് എഴുതാം നമുക്ക്? സ്ലോപ്പ് ഓഫ് സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് CD എന്ന് എഴുതാം അല്ലേ. രണ്ടിൻ്റെയും 1/6 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് എന്താ കിട്ടുക? അതിനർത്ഥം എന്താ? രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് എന്താ പറയാൻ പറ്റുക? AB ഈസ് പാരലൽ ടു CD എന്ന് പറയാം. ഓക്കെ, ABയും CDയും പാരലലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ 1 ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് -2 6 and 4 8. Second question, find the value of x
if the above line is perpendicular to the line joining 8, 12 and x24. മാർച്ച് 2010 ചോദിച്ചതാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എട്ടാമത്തേൽ സൊല്യൂഷൻ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യം 8 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കാണാനാണ്. നമുക്കറിയാമല്ലോ അല്ലേ, നമുക്കറിയാം. അത് എയും ബിയും എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അല്ല, അപ്പോൾ 2 പോയിന്റ്സിന് എയും ബി. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി കാണണം ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വില കാണാനാ. എങ്ങനെയാവുമ്പോൾ ഇഫ് ദി എബവ് ലൈൻ ഈസ്, അതായത് മേലത്തെ എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, അത് പെർപെൻഡിക്കുലർ ആണ് ഏതുമായിട്ട് വേറൊരു ലൈൻ തന്നിട്ടുണ്ട്. ഏത് കൂടെ പാസ് ചെയ്യുന്നത്? 8, 12 ആൻഡ് x24 എന്ന് പറയുന്ന 2 പോയിന്റ് കൂടെ. അത് സിയും ഡിയും ആണെന്ന് വിചാരിക്കുക. വേറെ 2 പോയിന്റ്സ് ഉണ്ട്, അത് കൂടെ പാസ് ചെയ്യുന്ന ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ പെർപെൻഡിക്കുലറിന് തന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ 2 ലൈനിൻ്റെയും സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? -1 ആണ്. അപ്പം അത് എടുത്തിട്ട് വേണം എക്സിൻ്റെ വില കാണാൻ. ഓക്കെ, ആദ്യം ഒന്നാമത്തിൻ്റെ സ്ലോപ്പ് കാണാം. 2 പോയിന്റ്സും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എന്റെ കോർഡിനേറ്റ് -26, ബിന്റെ കോർഡിനേറ്റ് 4 - 8. അപ്പോൾ ഒന്നാമത്തത് സ്ലോപ്പ് ഓഫ് എ ബി കാണാം. സ്ലോപ്പ് ഓഫ് എ ബി എന്താണ് ഇക്വേഷൻ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഓക്കെ, ഈക്വൽ ടു എന്താണ്? y2 ഇതാണ് x1 y1, x1 y1 ഇതാണ് x2 y2. ഓക്കെ, ഇതാണ് x1 y ഇത് x2 y2. ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. y2 - y1 -8 - 6 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറയുമ്പോൾ 4 - -2 4 - -2 ഈക്വൽ ടു എന്താ വരിക? സോറി, ഇവിടെ -8 ഇല്ല, +8 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ -8 ഇല്ല. 8 - 6 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 4 + 2 വരും, 6 വരും. 2/6 ദാറ്റ് ഈസ് 1/3. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്താ കിട്ടിയത്? 1/3. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡിൽ എക്സിൻ്റെ വില കാണാനാണ്. എന്താണ് കണ്ടീഷൻ? മേലത്തെ ലൈൻ, അതായത് എ ബി എന്ന് പറയുന്ന ലൈനും താഴത്തെ സിയും ഡിയും കൊടുത്തിട്ടുണ്ട്, സി ഡി എന്ന് പറയുന്ന ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എക്സിൻ്റെ വില. അപ്പോൾ നമ്മൾ എടുക്കണം ഗിവൺ. എന്താ എടുക്കേണ്ടത്? ഗിവൺ തന്നിട്ടുണ്ട് എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. അപ്പോൾ മറ്റേ പോയിന്റ്സ് സി ഡി ആണ് കേട്ടോ. അപ്പോൾ സി എന്താണ് പോയിന്റ്? 8, 12 ആൻഡ് ഡി എന്ന് പറയുന്ന പോലെ പോയിന്റോ x24. അപ്പോൾ ഗിവൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം എ ബി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ബി കാണാം. എ ബിയും സി ഡിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് സ്ലോപ്സ് എന്തെഴുതാം? സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു സ്ലോപ്പ് ഓഫ് സി ഡി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? -1 ആണെന്ന് എഴുതാം. ഇനി എ ബിയുടെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഏതിൻ്റെ സ്ലോപ്പ് കാണണം? സി ഡിയുടെ സ്ലോപ്പ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് സി ഡി ഏതാ? അതാ സിയും ഡിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് x1 y1, ഇതാണ് x2 y2. എങ്കിൽ സ്ലോപ്പ് ഓഫ് സി ഡി കാണാൻ y2 - y1 അതായത് 24 നമ്മുടെ ഇക്വേഷൻ നമുക്ക് അതന്നെ. എന്താ? y2 - y1 ബൈ x2 - x1 ഈക്വൽ ടു 24 - 12 ഡിവൈഡഡ് ബൈ x - 8 that is equal to 24 in the 12 പോന്നാൽ 12 divided by x - 8.
ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് സി ഡിയും കിട്ടി. ഓക്കെ, എങ്കിൽ രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് -1 ആണ്. എങ്കിൽ നമുക്ക് എക്സിൻ്റെ വില കാണാനാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ എഴുതാം. എന്താണ്? ഹിയർ സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു സ്ലോപ്പ് ഓഫ് സി ഡി ഈക്വൽ ടു -1 ആണ് നമ്മൾ എടുത്തു. അപ്പോൾ രണ്ടിൻ്റെ സ്ലോപ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഒന്ന് 1/3 ഇൻറ്റു രണ്ടാമത്തതോ 12/x - 8 ആണ്. ഇത് രണ്ടും ഗുണിക്കുക. ഇത് രണ്ടും എങ്ങനെ ഗുണിക്കുക? ഇത് റേഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 1 × 12 ഡിവൈഡഡ് ബൈ 3 × x - 8 3 × x - 8 3ഉം 12ഉം ക്യാൻസൽ ചെയ്ത് 4 ആയി മാറും. ഇത് ആൾറെഡി ഗിവൺ. ഇത് എഴുതാൻ മറക്കരുത്. ഈക്വൽ ടു എന്ത് എഴുതണം? -1. അത് എഴുതാൻ വിട്ടു പോകരുത്. എങ്കിൽ എക്സിൻ്റെ വില കാണാനാണ്. 4/x - 8 ഈക്വൽ ടു -1 കിട്ടി അല്ലേ? ഇംപ്ലൈസ് ഇതെങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ അല്ലേ? അപ്പുറം ഇക്വേറ്റ് ചെയ്യുക. എങ്ങനെ? 4 × 1 4 -1 × x -x -1 × -8 +8. ഓക്കെ, ഇംപ്ലൈസ് എക്സ് അല്ലേ കിട്ടേണ്ടത്. അപ്പം -x ഈക്വൽ ടു ലെഫ്റ്റിൽ വരുമ്പോൾ +x ആയി മാറും. ഈക്വൽ ടു റൈറ്റിലുള്ളത് അതുപോലെ എഴുതി. 4 അങ്ങോട്ട് പോകുമ്പോൾ -4 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് എന്താണെന്നാണ് കിട്ടിയത്? 4. ക്ലിയർ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ which makes intercepts -3 and 2 on the x and y axis respectively. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2013 മാർച്ച് 2014 ഒക്കെ ചോദിച്ചതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഇനി അടുത്ത സെക്ഷനിൽ ഇൻ്റർസെപ്റ്റ് ഫോർമുലയാണ്. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ സ്ലോപ്പ് കഴിഞ്ഞു. ഇനി ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ്. which makes intercepts -3 and 2. അതാണ് ഇൻ്റർസെപ്റ്റ്സ്. ഒന്ന് എക്സ് ഇൻ്റർസെപ്റ്റും ഒന്ന് വൈ ഇൻ്റർസെപ്റ്റും. മീൻസ് എക്സ് ആക്സിസിൽ യോജിക്കുന്ന പോയിൻ്റ്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ്. അത് രണ്ടും തന്നിട്ടുണ്ട്. എങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്കറിയാം. രണ്ട് ഇൻ്റർസെപ്റ്റ്സും തരികയാണെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യാം. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ ഇൻ്റർസെപ്റ്റ് ഏതായിരുന്നു? ഇൻ്റർസെപ്റ്റ് ഫോം നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. x/a + y/b = 1. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം അല്ലേ? ലൈനിൻ്റെ ഇക്വേഷൻ അതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. അതായത് രണ്ട് ഇൻ്റർസെപ്റ്റും ഉണ്ട്. എനെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്നും ബിയെ വൈ ഇൻ്റർസെപ്റ്റ് എന്നും പറയുന്നു. ഇവിടെ ക്ലിയർലി തന്നിട്ടുണ്ട്. ആദ്യത്തേത് എക്സ് ഇൻ്റർസെപ്റ്റ്. എന്താണ് എക്സ് ഇൻ്റർസെപ്റ്റ്? എക്സ് ഇൻ്റർസെപ്റ്റ് ഏതാണ്? ഈക്വൽ ടു -3. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റോ? വൈ ഇൻ്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. അത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ്. നമുക്ക് ഫിറ്റ് ചെയ്യാലോ. x/aക്ക് ആൾറെഡി തന്നിട്ടുണ്ട് -3. എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു -3 മീൻസ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എ ആണ്. വൈ ഇൻ്റർസെപ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി ആണ്. അപ്പോൾ അതും കൂടെ എഴുതണം. x/-3 x/a plus y/b equal to 1 implies x/-3 plus y/b 2 equal to 1. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സോർട്ട് ചെയ്ത് റെഡിയാക്കി ഒരു സാധാ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റുക. അത്രയേ ഉള്ളൂ. എക്സ് ഇൻറ്റു ഇതെങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? രണ്ട് റാഷണൽ നമ്പർ ഇടയിൽ പ്ലസ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2 × x 2x പിന്നെ -3 × y പ്ലസ് -3 × y -3y ഈക്വൽ ടു whole divided by -3 × 2 -6 ഈക്വൽ ടു 1. ഇങ്ങനെ ആയല്ലോ. ഇനി എന്താ ചെയ്യുക? ഒന്നും കൂടെ സിമ്പിളാക്കുക. എങ്ങനെ സിമ്പിളാക്കാം?
ഇത് മായ്ക്കാം. ഒന്നും കൂടെ സിമ്പിളാക്കാം. അതായത് ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ വരും? 2x പ്ലസ് ഇൻറ്റു മൈനസ് -3y ഈക്വൽ ടു അല്ലേ, -3y ഇൻറ്റു 1 ആണ്. അപ്പോൾ അതന്നെയല്ലേ വരിക? ഓക്കെ, അപ്പോൾ ഇൻറ്റു 1 ആകുമ്പോൾ അതന്നെ വരിക. ഈക്വൽ ടു 1 ഇൻറ്റു -6 -6 1 ഇൻറ്റു -6 ക്ലിയർ? ഇനിയോ ഇതൊന്നും കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റിയിട്ട് ഒരു ഇക്വേഷൻ രൂപത്തിൽ ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുക. 2x - 3y -6 ഇങ്ങോട്ട് കൊടുത്താൽ +6 ആവും ഈക്വൽ ടു 0. ഇതാണ് which is the equation of the line. Which is the equation of the line? Equation of line. Okay. പത്താമത്തെ പ്രോബ്ലം. Find the equation of a line that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. Okay. എന്താ പറഞ്ഞിട്ടുള്ളത്? ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ്. പക്ഷേ ആ ലൈന് കട്ട് ചെയ്യുന്നുണ്ട് ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ്. അതായത് XY, ആ ലൈൻ XY ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഇൻ്റർസെപ്റ്റ്സിലാണ് കട്ട് ചെയ്യുന്നത്. ആൻഡ് പാസസ് ത്രൂ ദി പോയിന്റ് 2, 3. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 2, 3 എന്ന് പറയുന്ന പോയിന്റാണ് എങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ്. അപ്പോൾ നമുക്കൊരു ഫിഗർ വരയ്ക്കാം. x ഡാഷ് y ഡാഷ് ഒറിജിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈനിൻ്റെ ഒരു പ്രത്യേകത, ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 2, 3 ഏകദേശം ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇതാണ് 2, 3 എന്ന് വിചാരിക്കുക. ആ 2, 3 എന്നുള്ള പോയിന്റിൽ കൂടിയാണ് ആ ലൈൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ആ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ XY ആക്സിസിനെയാണ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്, X ആക്സിസിനെയും Y ആക്സിസിനെയും കട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് കട്ട് ചെയ്യുന്നത്? ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് X ഇൻ്റർസെപ്റ്റ്, ഇതാണ് Y ഇൻ്റർസെപ്റ്റ്. അതായത് ഈ ഒറിജിനിൽ നിന്ന് ഈ ഒരു X ഇൻ്റർസെപ്റ്റ് ഇതല്ലേ, അതിലേക്കുള്ള ദൂരം A ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? A0. ഇത് B ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഏതായിരിക്കും? പോയിന്റ് 0B അല്ലേ? അപ്പോൾ ക്ലിയർലി പറയുന്നുണ്ട് ഈ ലൈൻ കട്ട് ചെയ്യുന്ന ഈ പോയിന്റുകൾ, ഒറിജിനിൽ നിന്ന് ഇവിടേക്കുള്ള ഈ ദൂരവും ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരവും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ക്ലിയർലി ഗിവൺ എന്താണ്? ഗിവൺ A ഈക്വൽ ടു B ആണ് തന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ X ഇൻ്റർസെപ്റ്റും B എന്ന് പറഞ്ഞാൽ Y ഇൻ്റർസെപ്റ്റും. X ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ X ആക്സിസിലെ കൂട്ടിമുട്ടുന്ന പോയിന്റ്, Y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ Y ആക്സിസിലെ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഓക്കെ, അതാണ് Y ഇൻ്റർസെപ്റ്റ്. അത് ക്ലിയർലി ഗിവൺ എന്താണ്? എയും ബിയും ഈക്വൽ ആണ്. മീൻസ് ഒന്ന് A ആണ്, എയും ബിയും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ രണ്ടും A എടുക്കാം, അല്ലെങ്കിൽ രണ്ടും B എടുക്കാം. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇൻ്റർസെപ്റ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഇൻ ഇൻ്റർസെപ്റ്റ് ഫോം. ഏതായിരുന്നു? x/a പ്ലസ് y/b ഈക്വൽ ടു 1. x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റ് ഫോം, ലൈൻ്റെ ഇക്വേഷൻ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ലൈൻ്റെ ഇക്വേഷൻ കാണാൻ തന്നെയാണ്. നമുക്ക് A അറിയില്ല, B അറിയില്ല അല്ലേ? അതൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഒരു ലൈന്, അതാണ് ലൈൻ്റെ ഇക്വേഷൻ, ഇത് പാസ് ചെയ്യുന്നത് ഏത് കൂടിയാണ്? 2, 3 എന്നുള്ള പോയിന്റിൽ കൂടിയാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇക്വേഷൻ 1
പാസസ് ത്രൂ ഏത് കൂടിയാണ് പാസ് ചെയ്യുന്നത്? പാസസ് ത്രൂ ദി പോയിന്റ് 2, 3. ഏത് കൂടിയാണ് പാസ് ചെയ്യുന്നത്? 2, 3 എന്നുള്ള പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കണം അത് എക്സും വൈയും ആയിരിക്കും കേട്ടോ. പാസ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? എക്സും വൈയും ആയിരിക്കും. അപ്പോൾ ഈ 2ഉം 3ഉം നമുക്ക് എക്സിനും വൈക്കും കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എയും ബിയും കിട്ടും. നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore 1 implies എന്തായി മാറും? 2/a പ്ലസ് ഒരു കാര്യമുണ്ട്, ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റം വരുത്താനുണ്ട്. എന്താണ്? ഇതാണ് ശരിക്കും ഇക്വേഷൻ. ക്ലിയർലി ഒന്നുമില്ലെങ്കിൽ 2ഉം എ എടുക്കാം, അല്ലെങ്കിൽ കാരണം എയും ബിയും ഈക്വൽ ആണല്ലോ, ഒന്നുമില്ലെങ്കിൽ 2ഉം എ എടുക്കാം, അല്ലെങ്കിൽ 2ഉം ബി എടുക്കാം. അപ്പോൾ ഇവിടെ ഇത് 2ഉം എ ആക്കുകയാണ്, ഞാൻ 2ഉം എ ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരും. ഇനിയിപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാസ് ചെയ്യുന്ന പോയിന്റ് 2/a പ്ലസ് 3/a ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അന്ന് സിംപ്ലിഫൈ ചെയ്താൽ എ കിട്ടും. നോക്കാം അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. 2ൻ്റെ ഡിനോമിനേറ്റർ എ അല്ലേ, അപ്പം ന്യൂമറേറ്റർ നേരിട്ട് ആഡ് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. 2 + 3 ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 1 എഴുതാം. 5/a ഈക്വൽ ടു 1 എഴുതാം. എംപ്ലൈസ് 5 ക്രോസ് ഈക്വേറ്റ് ചെയ്താൽ 5 × 1 ഈക്വൽ ടു എ. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 5. എയും ബിയും ഈക്വൽ ആണല്ലോ. therefore b ഈക്വൽ ടു 5 എന്ന് എഴുതാം. എയും ബിയും 5 ആണ്. therefore ഇക്വേഷൻ 1 becomes ഇക്വേഷൻ 1 എന്തായി മാറി? ഇക്വേഷൻ 1 എങ്ങനെയായി മാറി? x/a ആൾറെഡി കിട്ടി. 5a പ്ലസ് y/5 ഈക്വൽ ടു 1 ആയി. ഇതൊന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കുക, കാരണം ഒരു ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റുക. എന്താവും? ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് 2ൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പം നമുക്ക് നേരിട്ട് കൂട്ടിയാൽ മതി ന്യൂമറേറ്ററുകൾ. x + y/5 ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ x + y × 1 ഈക്വൽ ടു 5 × 1 which is the equation of the line. ഒന്നും കൂടെ സോർട്ട് ചെയ്ത് എഴുതാം. implies x + y - 5 ഈക്വൽ ടു 0. x + y - 5 ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി 11ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിച്ച് പാസസ് through the point 3, 4 and whose intercepts on the axis are equal in magnitude but opposite in sign. എന്താ പറഞ്ഞിട്ടുള്ളത്? അതും ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ തന്നെയാണ്, പക്ഷെ അത് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. 3, 4 എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഹൂസ് ഇൻ്റർസെപ്റ്റ്സിൻ്റെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ഇൻ്റർസെപ്റ്റ്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, അതായത് ലെങ്ത്തിൽ ഈക്വലാണ്, ആ ദൂരം ഈക്വലാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഇൻ സൈനാണ്. അതായത് ഒന്ന് എ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? -a ആയിരിക്കും, കാരണം ലെങ്ത് സെയിം. 3 ആണെങ്കിൽ മറ്റേ എന്തായിരിക്കും? -3 ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആദ്യം എന്ത് ചെയ്യുക? ഈ ലൈൻ്റെ ഇക്വേഷൻ ഇൻ്റർസെപ്റ്റ് ഫോം തന്നെയാണല്ലോ, 2 ഇൻ്റർസെപ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ്റെ ഫോം എഴുതാം. ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഇൻ intercept form is എന്തായിരുന്നു? x/a plus y/b equal to 1. അതാണ് ഇൻ്റർസെപ്റ്റ് ഫോം അല്ലേ, ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻ്റർസെപ്റ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലെങ്ത് ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓക്കെ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണ്. അപ്പോൾ a ഈക്വൽ ടു എന്തായിരിക്കും? ഇത് എ ആണെങ്കിൽ ഇത് -a ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാം. ലെറ്റ് ദി ഇൻ്റർസെപ്റ്റ്സ്
ഇൻ്റർസെപ്റ്റ്സ്, രണ്ട് ഇൻ്റർസെപ്റ്റ്സും ആർ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് എയും അടുത്ത എന്തായിരിക്കും മൈനസ് എയും. ഓക്കെ, അപ്പോൾ ഇൻ്റർസെപ്റ്റ്സും എടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ലൈൻ്റെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, അത് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് 3, 4. അത് പാസ് ചെയ്യുന്ന പോയിന്റ് 3, 4 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ മാറ്റം വരുത്തുകയാണ്. ഇവിടെ എ തന്നെയാണ്, ഇവിടെ എന്തായിരിക്കും അടുത്തത് മൈനസ് എ ആയിരിക്കും. അത് ഞാൻ മാറ്റം വരുത്തി. ഇനി ഇക്വേഷൻ 1 പാസസ് ത്രൂ. ഇക്വേഷൻ നമ്പർ 1 പാസസ് ത്രൂ ഏതിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്? 3, 4 എന്നുള്ള പോയിന്റിൽ കൂടിയാണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? പാസസ് ത്രൂ 3, 4. Therefore 1 implies through the point 3, 4. Therefore 1 implies equation number 1 എന്തായി മാറും? എക്സിന് പകരം 3ഉം വൈക്ക് പകരം 4ഉം കൊടുക്കുക. അപ്പോൾ 3/a പ്ലസ് 4/-a = 1 ആയി മാറി. ഇക്വേഷൻ ഇങ്ങനെയായി മാറി. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്താവും? വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിലോ ഇതിപ്പോൾ ഒന്ന് മൈനസും ഒന്ന് എയും പ്ലസ് എയും ഒന്ന് മൈനസ് എയും ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡൗട്ട് വരണ്ട, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -3a + 4a ഡിവൈഡഡ് ബൈ -a² = 1 കിട്ടും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ. അതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്തായി മാറി? -3a + 4a എന്ത് വരും? 1a അല്ലേ? a ഡിവൈഡഡ് ബൈ a ഡിവൈഡഡ് ബൈ -a² = 1 വരും. ശരിയല്ലേ? നമുക്കൊന്നും കൂടെ ക്യാൻസൽ ചെയ്യാം, ഒരു എ ക്യാൻസൽ ചെയ്യാം. അപ്പം എന്തായി? 1/-a = 1 implies 1 = -a implies a = -1 എന്ന് കിട്ടും. എ കിട്ടി. എന്താ കിട്ടിയേ? -1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. Therefore എ കിട്ടിയല്ലോ. ഇക്വേഷൻ 1 becomes x/a കിട്ടിയല്ലോ. x/-1 x/a ആണ് -1 പ്ലസ് y/-a -1 + 1 ആവും 1 = 1. ശരിയല്ലേ? ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ ഇത് വീണ്ടും ഒന്നും കൂടെ സിമ്പിളാക്കിയാൽ x -1 × y -y divided by -1 = 1 implies x - y = -1 implies ഒന്നുകൂടെ സിമ്പിളാക്കുക. അത് ഇക്വേറ്റ് ചെയ്യുക, 1/1 വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുക. x - y + 1 = 0 which is the equation of the line. Okay, clear? ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ.